നാട്ടിൽ പോയി മടങ്ങിയെത്തിയ വിനോദ് നാരായണൻ കണ്ടത് പുതിയൊരു പാവക്കുട്ടിയുമായി കളിക്കുന്ന മീനുക്കുട്ടിയെയാണ്. അച്ഛനെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടി വന്ന് മടിയിൽ ഇരുന്നു. മീനുവിന് അമ്മയേക്കാൾ അടുപ്പം അച്ഛനോടാണ്. അതിൻ്റെ ചെറിയ അസൂയയും കുശുമ്പും രഞ്ജിനിക്കുണ്ട്. 2 ദിവസമായി അയാൾ നാട്ടിലുള്ള അമ്മയെ കാണാൻ പോയിട്ട്. ഒറ്റയ്ക്ക് പോയി വന്നതിൻ്റെ പരിഭവമാണ് കുഞ്ഞിൻ്റെ മുഖത്ത്. അയാൾ അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. ചോക്ലേറ്റും സമ്മാനങ്ങളും അവളെ സന്തോഷവതിയാക്കി. അയാൾക്ക് പലപ്പോഴും തോന്നും, ഈ കുരുന്നാണ് തന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏക ഘടകമെന്ന്. 2 പേരും സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി ചെയ്യുകയാണ്. രഞ്ജിനി ഒരു കേരളം ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിലാണ്. അവൾക്ക് ഡെയിലി നേരിട്ട് ഹാജരാകണം. എന്നാൽ വിനോദ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതിനാൽ മിക്കവാറും അയാൾ വർക്ക് ഫ്രം ഹോമാണ്. അയാളുടെ ഓഫീസ് ബാംഗ്ലൂരിലാണ്. അവളുടെ എളുപ്പത്തിന് വേണ്ടി അവർ ടെക്നോ പാർക്കിൻ്റെ അടുത്തൊരു ഫ്ലാറ്റ് വാങ്ങി താമസമാക്കി. അവിടുന്ന് കുറച്ചകലെ ശ്രീകാര്യത്തിനടുത്ത് അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്നുണ്ട്. എവിടുന്നാ മീനക്കുട്ടിക്ക് പുതിയ പാവക്കുട്ടി? 2 ദിവസമായി സുമതി വീട്ടു ജോലിക്ക് വരുന്നില്ല. വിനുവേട്ടനും ഇവിടെ ഇല്ലല്ലോ. ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ നിർത്താൻ പറ്റില്ലല്ലോ. ഞാനിവളെ ഓഫീസിൽ കൊണ്ടുപോയി. ഇന്ന് ഞങ്ങളുടെ ബോസ് ഇല്ലേ, എബിൻ, അയാൾ വാങ്ങിക്കൊടുത്തതാ ഈ പാവക്കുട്ടി. എന്തിനാ അവളെ ഓഫീസിൽ കൊണ്ടുപോയത്? നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിർത്തിക്കൂടായിരുന്നോ? അതല്ലേ സേഫ്? രഞ്ജിനി മുഖം വീർപ്പിച്ച് എഴുന്നേറ്റ് പോയി. ഒറ്റ മോളായതിൻ്റെ അഹമ്മതിയും ദേഷ്യവും സ്വാർത്ഥതയും എല്ലാം ഉണ്ടവൾക്ക്. അയാൾ കുളിച്ചു വന്നപ്പോൾ അവൾ മീനുവിനെ മടിയിൽ വെച്ച് കളിപ്പിക്കുകയാണ്. ഇടയ്ക്ക് പാവയുടെ ശരീരഭാഗങ്ങൾ തൊട്ട് കാണിച്ച് എന്തൊക്കെയോ പറയുന്നു. എന്താണ് അമ്മയും മോളും കളിക്കുന്നത്? അച്ഛാ, അമ്മ എന്നെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുകയാ. എന്താടോ ഇത്? അവൾക്ക് ആകെ 6 വയസ്സല്ലേ ആയുള്ളൂ. ആ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ഇപ്പോഴേ സംശയങ്ങളൊക്കെ കടത്തിവിടുന്നത് എന്തിനാ? അവളിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ എപ്പോഴും കൂടെയില്ലേ? എല്ലാം ആവശ്യത്തിന് മതി. അധികമായാലെല്ലാം കുഴപ്പമാണ്. ഞാനൊരമ്മയാ. എനിക്കറിയാം അവൾക്ക് ഏത് പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന്. നിങ്ങൾ ആണുങ്ങളല്ലേലും അങ്ങനല്ലേ പറയൂ. അവൾക്കിപ്പോൾ ഒരു കൂട്ടാണ് വേണ്ടത്, ഒരു അനിയനോ അനിയത്തിയോ. ഒറ്റ മോളായതുകൊണ്ട് അവൾക്ക് സ്വാർത്ഥത കൂടി വരുന്നു. അവളും തന്നെ പോലെ ആകുമോ? അവൾ കുട്ടിയെയും എടുത്ത് ഉറങ്ങാൻ പോയി. ഈ ഇടയായി അവൾ ഇങ്ങനെയാണ്. എപ്പോഴും വഴക്കും വക്കാണവും. ആകെ സ്വഭാവത്തിനൊരു മാറ്റം. തന്നോടൊരു അടുപ്പക്കുറവ്. തനിക്ക് കൂടെ അമ്മയെ കാണാതിരിക്കാൻ പോകാൻ പറ്റുമോ? അമ്മ നാട്ടിൽ ഒറ്റയ്ക്കാണ്. രാവിലെ അയാൾ ഉണർന്നപ്പോൾ വളരെ വൈകി. സുമതി വന്നതുകൊണ്ട് ചൂട് ചായയും ദോശയും ലഭിച്ചു. രഞ്ജിനി ഓഫീസിൽ പോകാൻ തയ്യാറായി. അയാളും ഫ്രഷായി ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിപ്പായി. മീനക്കുട്ടി പാവക്കുട്ടികളെയും കൊണ്ട് അവളുടെ മുറിയിൽ കളിക്കാൻ വട്ടം കൂട്ടി. ദിനരാത്രങ്ങളുടെ ആവർത്തനം മാത്രം. വൈകി ജോലി ചെയ്യുന്നത് കൊണ്ട് അയാളുടെ ഓഫീസ് മുറി തന്നെയായി അയാളുടെ കിടപ്പ് മുറി. 3 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു സായാഹ്നത്തിൽ അയാൾ തൻ്റെ സുഹൃത്തുക്കളുമായി വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രഞ്ജിനി രാക്ഷസിയെ പോലെ അടുത്തേക്ക് വന്നു. അയാളുടെ കയ്യിലിരുന്ന സെൽഫോൺ അവൾ എറിഞ്ഞു പൊട്ടിച്ചു. അയാളെ തള്ളി താഴെയിട്ടു. തിരിച്ചെന്തെങ്കിലും ചെയ്യാനാകും മുൻപേ അവൾ കുട്ടിയുമെടുത്ത് അവളുടെ റൂമിൽ കയറി കുറ്റിയിട്ടു. എത്ര വിളിച്ചിട്ടും പുറത്തു വന്നില്ല. അയാൾ ആകെ പകച്ചുപോയി. കുറച്ചു കഴിഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും എത്തി. അവൾ വാതിൽ തുറന്ന് പുറത്തു വന്നു. അച്ഛാ, എനിക്ക് ഇയാളെ പേടിയാണ്. ഇയാൾ ചീത്തയാണ്. നമുക്ക് വീട്ടിൽ പോകാം. എനിക്കിവിടെ ഇനി വയ്യ. ഇയാളെ പേടിച്ച് ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിയെ നിർത്തും? എന്താ രഞ്ജിനി, എന്താ കാര്യം? നിന്നോട് ഞാൻ എന്ത് ചെയ്തു? കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞതാ. ഞാൻ എന്ത് ചെയ്തെന്ന്? അന്ന് ഞാൻ മീനിക്കുട്ടിക്ക് ബാഡ് ടച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴേ ഇയാൾ എതിർത്തിരുന്നു. എന്നിട്ട് ഇയാൾ ആരുമില്ലാതായപ്പോൾ കുഞ്ഞിനെ ബാഡ് ടച്ച് ചെയ്തു. ഞാനൊരു അമ്മയല്ലേ, ഇതൊക്കെ എങ്ങനെ സഹിക്കും? പോക്സോ കേസ് കൊടുക്കണം ഇയാൾക്കെതിരെ. നാണമില്ലാത്തവൻ. സ്വന്തം കുഞ്ഞ്, അതും 6 വയസ്സ് മാത്രം. അയാൾക്ക് അവളെ അടിക്കാൻ കൈ തരിച്ചു. അയാളുടെ ഭാവമാറ്റം കണ്ട അച്ഛൻ ഇടയ്ക്ക് കയറി നിന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനോടൊന്നും ചെയ്തിട്ടില്ല. നിന്റെ സംസ്കാരമല്ല എൻ്റേത്. എന്താ തെളിവ്? തെളിവൊക്കെ അങ്ങ് കോടതിയിൽ. ഇനി കോടതിയിൽ കാണാം. ഇനി ഇവളെയും കൊച്ചിനെയും കാണാൻ വരരുത്. വന്നാൽ നിന്നെ പോക്സോ കേസിൽ അകത്താകും. നിന്റെ വൃദ്ധയായ അമ്മയെ ഓർത്ത് ഞാനത് ചെയ്യുന്നില്ല. അച്ഛനും അമ്മയും രഞ്ജിനിയെയും മീൻകുട്ടിയെയും വിളിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അയാൾക്ക് സങ്കടം വന്നു. ഒരു നിമിഷം മുൻപ് വരെ തൻ്റെ എല്ലാമായിരുന്നവൾ ഒരു നിമിഷം കൊണ്ട് തനിക്ക് അന്യയായി മാറിയിരിക്കുന്നു. പോക്സോ കേസ്, അതും സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചതിന്. ഈ നിയമങ്ങളൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയാണ്.
അതെപ്പോഴും അവർക്കു വേണ്ടിയേ നിലകൊള്ളൂ. കുറേ നാളായി നിർത്തിവച്ചിരുന്നതാണ് മദ്യപാനശീലം. അയാൾ ഓഫീസിൽ റൂമിന്റെ കബോർഡിനുള്ളിൽ ഒളിപ്പിച്ച ഒരു ജിന്നിന്റെ കുപ്പി കണ്ടെത്തി. 2 എണ്ണം അടിച്ചപ്പോൾ അമ്മയെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി. പക്ഷേ ഈ രാത്രിയിൽ അമ്മയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യം. അയാൾ സങ്കടം കൊണ്ട് തളർന്നുപോയി. കണ്ണടച്ച് എത്ര നേരം ഇരുന്നു എന്ന് ഓർമ്മയില്ല. സമയം 12 മണി കഴിഞ്ഞു കാണും. ഈ രാത്രി എങ്ങനെ വെളുപ്പിക്കുമെന്ന അങ്കലാപ്പിലായി അയാൾ. അപ്പോഴാണ് അവന് ശ്രീജയെ ഓർമ്മ വന്നത്. അവൻ്റെ ബാല്യകാലം മുതലേയുള്ള സുഹൃത്താണ്. വക്കീലാണ്, മിടുക്കിയാണ്. ഒരു കാലത്ത് അവൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്നു. നഗരത്തിൽ തന്നെയാണ് അവൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അസമയത്ത് വിളിക്കുന്നത് ശരിയാണോ? കുടുംബവുമായി കഴിയുന്ന ഒരു സ്ത്രീയെ. ഭർത്താവ് രാജേട്ടനും സുഹൃത്ത് തന്നെയാണ്. ആരോടെങ്കിലും തുറന്നു സംസാരിച്ചില്ലെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു ഉൾഭയം തോന്നിത്തുടങ്ങി. എല്ലാവരാലും അറിയപ്പെടുന്ന അച്ഛൻ്റെ മകനായ താൻ ഒരു ബാലപീഡന കേസിൽ, അതും സ്വന്തം മകളെ. ഓർക്കാൻ കൂടി കഴിയുന്നില്ല. മീഡിയയിൽ വരും, ആകെ നാണക്കേടാകും. സഹോദരിമാരെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കും. അവൻ രാജീവേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചു. 2-3 പ്രാവശ്യം റിങ് ചെയ്തിട്ടാണ് ആള് ഫോൺ എടുത്തത്. രാജീവ് ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നത് കൊണ്ട് അവന് ശ്രീജയുമായും കാര്യം സമ്മതിക്കാൻ സാധിച്ചു. എല്ലാത്തിനും വഴിയുണ്ടെന്ന് പറഞ്ഞ് അവരവനെ ആശ്വസിപ്പിച്ചു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. പുലർകാലെ തന്നെ കുളിച്ച് ശ്രീജയെ കാണാൻ പുറപ്പെട്ടു. സിറ്റി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ ബൈജു രഞ്ജനിയുടെ ക്ലാസ്മേറ്റായിരുന്നു. അയാൾ വിനോദിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ശ്രീജയെയും കൂട്ടി സ്റ്റേഷനിൽ എത്തി. അവിടെ രഞ്ജിനിയും അച്ഛനും കുട്ടിയും ഉണ്ടായിരുന്നു. നിങ്ങളാ സ്ത്രീവിരുദ്ധ വക്കീലല്ലേ? ഇൻസ്പെക്ടറുടെ പരിഹാസ ചോദ്യം. എനിക്ക് അങ്ങനൊരു പേരുണ്ട് സാറേ. ഇവിടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ അധികവും ദുരുപയോഗം ചെയ്യുകയാണ്, സ്വാർത്ഥതയ്ക്കും പണത്തിനും വേണ്ടി. ഇവിടെ സ്ത്രീകൾ മാത്രം ജീവിച്ചാൽ മതിയോ? പുരുഷന്മാർക്ക് കുടുംബവും അഭിമാനവും ഒന്നുമില്ലേ? സ്ത്രീയാണെന്ന് കരുതി മറ്റൊരാളുടെ ജീവിതം തകർക്കുന്നത് ശരിയാണോ? ശ്രീജയുടെ നിർബന്ധപ്രകാരം ഇൻസ്പെക്ടർ ബൈജു കുട്ടിയുടെ മൊഴിയെടുത്തു. സർ, പരാതി സൂക്ഷ്മമായി പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ? ഈ കാലത്ത് വ്യാജ പരാതികൾ കൂടുതലാണ്. ശ്രീജ വിനോദിനെയും കൂട്ടി അയാളുടെ ഫ്ലാറ്റിൽ പോയി. ശ്രീജ, എന്താ മോൾ പറഞ്ഞത്? ഞാൻ അവളെ എന്ത് ചെയ്തെന്നാണ്? ഡോ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്. ഒരാഴ്ച സമയം എനിക്ക് താ. എനിക്കെന്തോ സംശയം തോന്നുന്നു. താൻ കുട്ടിയുടെ അടിവസ്ത്രത്തിൽ കൈയിട്ട് ബാഡ് ടച്ച് നടത്തിയെന്നാ പറഞ്ഞത്. ഞാൻ കുത്തി ചോദിച്ചപ്പോൾ കുട്ടി ഉറുമ്പ് കടിച്ചു, ഉടുപ്പൂരി നോക്കി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രഞ്ജിനി അവളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ തനിക്ക്? അതെ, കുട്ടിയുടെ വസ്ത്രങ്ങൾ വെയിലേറ്റുണങ്ങാൻ ബാൽക്കണിയിലാണ് കൊണ്ടുവന്ന് സുമതിയിടാറുള്ളത്. കുട്ടിയെ കുളിപ്പിച്ച് വസ്ത്രം മാറ്റി അവർ പോയപ്പോഴാണ് ഡ്രസ്സിൽ ഉറുമ്പ് കണ്ടത്. ഞാൻ അവളെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു. ബാൽക്കണിയിലെ ചെടിയിൽ ഒരു ഉറുമ്പിൻ കൂടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഉറുമ്പ് കയറിയത്. സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉറുമ്പ് കയറിയത് കാണുമ്പോൾ ഒരച്ഛൻ ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. അതിനാണോ പോക്സോ? അവളുടെ തലമണ്ട. അങ്ങനെയല്ല എനിക്ക് തോന്നിയത്. ഇതിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഒന്നുകിൽ അവൾക്ക് മാനസിക വളർച്ച കുറവാണ്, അല്ലെങ്കിൽ ആദ്യ ബുദ്ധിമതി. തന്നെ ഒഴിവാക്കാൻ കളിച്ച നാടകം. യഥാർത്ഥ പോക്സോ കേസായിരുന്നുവെങ്കിൽ അവൾ ഒട്ടും പുറകോട്ട് പോകില്ലായിരുന്നു. എനിക്ക് പലതരത്തിലുള്ള ക്രിമിനലുകളെ കണ്ടുള്ള പരിചയമല്ലേ. ഒരാഴ്ച ഞാൻ സമയം ചോദിക്കുകയാണ്. താൻ എന്തു ചെയ്യാൻ പോകുന്നു? താനത് പുറത്ത് പറയേണ്ട. ഞങ്ങൾക്കൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഉണ്ട്. ഞങ്ങളുടെ ആളുകൾ എല്ലാ ഓഫീസിലും ഉണ്ടാവും. അതിനാൽ വിവരം ഉടനെ കിട്ടും. താൻ വിഷമിക്കാതെ 2 ദിവസം നാട്ടിലൊക്കെ ഒന്ന് പോയുക. നാട്ടിൽ ഒരാഴ്ച തങ്ങിയിട്ടാണ് അയാൾ മടങ്ങിയത്. അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം. മടങ്ങി വന്നപ്പോഴാണ് ശ്രീജയുടെ വിളി വന്നത്. അത്യാവശ്യമായി ഒന്ന് കാണണം. യാത്രാക്ഷീണമൊക്കെ മറന്ന് അവളുടെ ഓഫീസിലേക്ക് കയറി ചെന്നു. അവളുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ അവൻ്റെ നേരെ തിരിച്ചു വെച്ചു. രഞ്ജിനി ഒരാളുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ. ആളെ അറിയുമോ? അറിയാം, ഇത് എബിൻ മാത്യു, അവളുടെ ബോസ്. ഇതിൻ്റെ പ്രസക്തി എന്താണ്? അവര് സഹപ്രവർത്തകരാണ്. അവൾ അടുത്ത ഫോട്ടോ കാണിച്ചു. അതിൽ ഓഫീസിലെ ബോസിന്റെ ക്യാബിനിൽ അയാളുടെ മടിയിൽ ഇരിക്കുന്ന രഞ്ജിനി. ആരോ രഹസ്യമായി ഏതോ ബട്ടൺ ക്യാമറ വെച്ച് എടുത്തത്. പിന്നെയും കുറേ ഫോട്ടോകൾ, കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. അവർ തമ്മിൽ സഹപ്രവർത്തകർ എന്നതിലുപരി അടുത്ത ബന്ധം സൂചിപ്പിക്കുന്നത്. കുറേ നാളുകളായി അവർ തമ്മിൽ ഒരു അഫെയർ നടക്കുന്നു. ഓഫീസിൽ മിക്കവർക്കും അറിയാം. ബോസ് ആയതുകൊണ്ട് അവർ പരസ്പരം നടത്തുന്ന പരദൂഷണത്തിൽ ഒതുക്കി.
കുട്ടിയെയും കൊണ്ട് രണ്ടുപേരും പുറത്തുപോയി കളിപ്പാട്ടങ്ങൾ വാങ്ങുകയും പാർക്കിൽ പോകുകയൊക്കെ ചെയ്യാറുണ്ട്. അതിനാൽ കുട്ടിക്കും അങ്കിളിനെ വളരെ ഇഷ്ടമാണ്. അവർക്ക് എളുപ്പത്തിൽ നിന്നിൽ നിന്നും ഒരു ഡിവോഴ്സ് വേണം. അതിന് എല്ലാവരെയും എളുപ്പം വിശ്വസിപ്പിക്കാനായി നിന്നെ ഒരു ട്രാപ്പിലാക്കി. കുഞ്ഞിനെ എനിക്ക് തന്നൂടെ, ഞാൻ അവളെ പൊന്നുപോലെ വളർത്തും. അതിനുശേഷം അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഒരു മകളുടെ മുന്നിൽ അച്ഛനെ ഇത്ര നിഷ്ഠൂരമായി കൊന്നല്ലോ. അവൾ വളർന്നു വരുമ്പോൾ അവളുടെ മനസ്സിൽ അമ്മ പറഞ്ഞ അച്ഛൻ്റെ വൃത്തികെട്ട കഥകൾ മാത്രമാകും. ഞാൻ ഇനി എന്തിനു ജീവിക്കണം? അവളുടെ മുന്നിലിരുന്ന് അയാൾ വിങ്ങിപ്പൊട്ടി. വിനോദേ, തൻ്റെ കുട്ടിക്ക് താനേയുള്ളൂ. അന്യൻ്റെ ഭാര്യയെ ഇത്ര എളുപ്പത്തിൽ പാട്ടിലാക്കിയ എബിൻ്റെ കൂടെയാണോ തൻ്റെ മകൾ വളരേണ്ടത്? എന്തുകൊണ്ടും അയാളെക്കാൾ സേഫ്റ്റി അവൾക്ക് തന്നോടത്ത് കഴിയുന്നതല്ലേ? ആദ്യത്തെ പുതുമകളൊക്കെ കഴിയുമ്പോൾ അവളെ അയാൾക്ക് മടുക്കും. അപ്പോൾ അയാളുടെ കണ്ണുകൾ കുട്ടിയിൽ പതിയും. എനിക്കെൻ്റെ മകളെ വേണം ശ്രീജ. എന്താ വഴി? ഒരു വഴിയുണ്ട്. താൻ അവളുടെ അച്ഛനെ വിളിക്കൂ, കാര്യം പറയൂ. അയാൾ എതിർക്കും, അയാളുടെ മകളെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ കള്ളക്കഥകളാണെന്ന് പറയും. സാമ്പിളായി ഒരു ഫോട്ടോ അയയ്ക്കുക. വിശ്വാസം വരാൻ 1-2 കൂടെ അയയ്ക്കുക. തനിക്ക് തൻ്റെ മകളെ വേണമെന്ന് പറയുക. തനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ലെന്നും ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമെന്നും പറയുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹമോചനം നേടി കുഞ്ഞിനെ തന്നെ ഏൽപ്പിക്കാൻ പറയുക. അയാൾ വഴങ്ങും, ഉറപ്പ്. അയാൾ അഭിമാനമുള്ള അച്ഛനാണ്. ശ്രീജ പറഞ്ഞ പോലെ ഒക്കെ പറഞ്ഞെങ്കിലും അച്ഛൻ വഴങ്ങിയില്ല. നിവൃത്തിയില്ലാതെ അവൻ കൂടുതൽ ഫോട്ടോസ് അയച്ചു കൊടുത്തു. 1 മണിക്കൂറിനകം അയാൾ വിനോദിനെ കാണാൻ ഫ്ലാറ്റിൽ എത്തി. ഇതൊക്കെ നീ ഉണ്ടാക്കിയ കള്ളക്കഥകളല്ലേ? എൻ്റെ വായടച്ച പോലെ അവളുടെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫിൻ്റെയും വായടപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവൾ എവിടെയോ പോയി തുലയട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മകളും. എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റാൻ അവൾ തിരഞ്ഞെടുത്ത മാർഗം വളരെ മോശമായി പോയി. തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തന്നെ ഒഴിഞ്ഞു പോയേനെയല്ലോ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ ഈ ഫ്ലാറ്റ് വിട്ട് നാട്ടിലേക്ക് പോകുകയാണ്. ഇനി ശിഷ്ടകാലം അമ്മയോടൊപ്പം കഴിയും. ഞാൻ പോകുമ്പോൾ എൻ്റെ മകൾ എൻ്റെ കൂടെ വേണം. അതിൻ്റെ അവകാശമാണ്. അയാൾ ഇറങ്ങി നടന്നു. 2 ദിവസത്തിന് ശേഷം രഞ്ജിനിയുടെ വക്കീലിൻ്റെ വിളി വന്നു. കേസ് സെറ്റിൽ ചെയ്യണം. കുട്ടിയെ വിട്ടുതരാം, പകരം വിവാഹമോചനം നൽകണം. അത് തന്നെയാണ് അവൻ്റെയും ആവശ്യമെന്നറിഞ്ഞപ്പോൾ സെറ്റിൽമെൻറ്റ് എളുപ്പമായി. കുട്ടിയെയും കൊണ്ട് നാട്ടിലേക്ക് തിരികെ പോകാനായി തിരിച്ചു. മീനുക്കുട്ടി സന്തോഷവതിയായിരുന്നു. അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ചെറിയൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ടി വന്നിരുന്നു. അത്രമാത്രം കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു. പോകും വഴി ശ്രീജയോടും രാജീവേട്ടനോടും രഞ്ജിനിയുടെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ മാറി. വാർദ്ധക്യത്തിലെ അവളുടെ മാതാപിതാക്കളുടെ ഒറ്റപ്പെടൽ അയാളെ വേദനിപ്പിച്ചു. അയാൾ ആശ്വാസത്തിൻ്റെ തണൽ തേടി സ്വന്തം തട്ടകത്തിലേക്ക്, അമ്മയുടെ വാത്സല്യ തണലിലേക്ക് പോകുകയായിരുന്നു. ഭാര്യയിൽ നിന്നും അവിചാരിതമായി കിട്ടിയ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാൻ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.